പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ആവേശത്തിനൊപ്പം തന്നെ വിവാദങ്ങളും കൊഴുക്കുകയാണ്. കണ്ണാടി പഞ്ചായത്തിലെ തിരുവാക്കുറിശ്ശിയിൽ NDA സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രനെ കോൺഗ്രസ് പ്രവർത്തകർ തടഞ്ഞുവെന്നും കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചുവെന്നും BJP ആരോപിക്കുന്നു. വോട്ടിന് പണം നൽകി എന്ന ആരോപണം ഉന്നയിച്ചാണ് സ്ഥലത്ത് സംഘർഷാവസ്ഥ ഉടലെടുത്തത്. സംഭവത്തിന്റെ കൂടുതൽ ദൃശ്യങ്ങളും വിവരങ്ങളും ഇപ്പോൾ പുറത്തുവരികയാണ്. പാലക്കാട് കണ്ണാടിയിലെ തിരുവാക്കുറിശ്ശിയിലാണ് നാടകീയമായ സംഭവങ്ങൾ അരങ്ങേറിയത്. അടുത്തുള്ള ഒരു മരണവേട്ടിയിൽ എത്തിയതായിരുന്നു NDA സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രനും സംഘവും. അവിടെ നിന്നും മടങ്ങുന്നതിനിടെ തൊട്ടടുത്ത വീട്ടിലെ ഒരു വയോധികയോട് ശോഭ സംസാരിക്കുകയും അവർക്ക് പണം നൽകുകയും ചെയ്തുവെന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത്. ഈ ദൃശ്യങ്ങൾ കാറിലിരിക്കുന്ന കോൺഗ്രസ് പ്രവർത്തകർ മൊബൈലിൽ പകർത്തി. ഇത് ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് രംഗം വഷളായത്. വോട്ടിനായി പണം വിതരണം ചെയ്യുകയാണെന്ന് കോൺഗ്രസ് പ്രവർത്തകർ ആരോപിച്ചതോടെ ശോഭാ സുരേന്ദ്രനും BJP പ്രവർത്തകരും ഇവരെ തടഞ്ഞു. ദൃശ്യങ്ങൾ പകർത്തിയ പ്രവർത്തകരോട് ശോഭാ സുരേന്ദ്രൻ രൂക്ഷമായി തട്ടിക്കയറുന്നത് വീഡിയോയിൽ വ്യക്തമാണ്. കോൺഗ്രസ് പ്രവർത്തകർ ഇരിക്കുന്ന കാറിനടുത്തേക്ക് ചെന്ന് ശോഭ ആക്രോശിക്കുന്നത് വീഡിയോയിൽ കാണാം. എന്റെ മൊബൈലിൽ വിളിച്ചു കൊടുക്കുന്ന കാര്യം നിങ്ങൾക്കില്ല. എന്റെ മൊബൈലിൽ വിളിക്കുന്ന കാര്യം നിങ്ങൾക്കില്ല. നിങ്ങൾ ചെയ്തോളൂ. നിങ്ങൾ എന്താ നിങ്ങൾ എന്റെ മൊബൈലിൽ എന്റെ മൊബൈലിൽ വിളിച്ചു കൊടുക്കുന്ന കാര്യം നിങ്ങൾക്കില്ല. എന്റെ മൊബൈലിൽ വിളിക്കുന്ന കാര്യം നിങ്ങൾക്കില്ല. ഞങ്ങളുടെ കാറിൽ കയറി എന്റെ മൊബൈലിൽ വിളിച്ചെടുക്കുന്ന കാര്യം നിങ്ങൾക്കില്ല. എന്റെ മൊബൈലിൽ വിളിക്കുന്ന കാര്യം നിങ്ങൾക്കില്ല. വന്നത് എന്റെ കാറിന് എന്റെ മൊബൈൽ എന്റെ മൊബൈൽ എന്റെ മൊബൈലിൽ വിളിച്ചെടുക്കുന്ന കാര്യം നിങ്ങൾക്കില്ല. എന്റെ മൊബൈലിൽ വിളിക്കുന്ന കാര്യം നിങ്ങൾക്കില്ല. നിങ്ങളുടെ ഫോട്ടോ എടുക്കണ്ടല്ലോ. അതെങ്ങനെ നിങ്ങളുടെ ഫോട്ടോ എടുക്കുന്നത്? നിങ്ങൾ എന്റെ വന്നിട്ട് ഇല്ലല്ലോ. നിങ്ങൾ ആദ്യം കൊണ്ടെന്താ എന്റെ മൊബൈലിൽ വിളിച്ചെടുക്കുന്ന കാര്യം നിങ്ങൾക്കില്ല. എന്റെ മൊബൈലിൽ വിളിക്കുന്ന കാര്യം നിങ്ങൾക്കില്ല. അല്ല ചെയ്തോ പൈസ കൊടുത്ത് ഫോട്ടോ എടുക്കുന്നു. ആയിക്കോട്ടെ ആയിക്കോട്ടെ. എന്നാൽ തങ്ങളെ ശാരീരികമായി നേരിടാനാണ് കോൺഗ്രസ് സംഘം എത്തിയതെന്ന് BJP നേതൃത്വം പറയുന്നത്. വയോധികയ്ക്ക് 500 രൂപയാണ് BJP സംഘം നൽകിയതെന്ന് കോൺഗ്രസ് ആരോപിക്കുന്നു. സ്ഥാനാർത്ഥി നേരിട്ടെത്തി പണം നൽകുന്നത് തിരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ ലംഘനമാണെന്നും അവർ ചൂണ്ടിക്കാണിക്കുന്നു. എന്നാൽ ഈ ആരോപണങ്ങൾ പൂർണ്ണമായും തള്ളുകയാണ് BJP. മരണവീട് സന്ദർശിക്കാൻ എത്തിയ ഞങ്ങളെ ബോധപൂർവം അപകീർത്തിപ്പെടുത്താനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നതെന്ന് BJP നേതാക്കൾ ആരോപിച്ചു. ശോഭാ സുരേന്ദ്രനെ വണ്ടി തടഞ്ഞ് കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ച കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ ശക്തമായ നടപടി വേണമെന്നാണ് BJPയുടെ ആവശ്യം. വിഷയം ഗൗരവമായതോടെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉടൻ ഇടപെട്ടിരിക്കുകയാണ്. ഫ്ലൈയിങ് സ്ക്വാഡ് സ്ഥലത്തെത്തി പ്രാഥമിക പരിശോധന നടത്തി. സംഭവത്തെക്കുറിച്ച് വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ കളക്ടറോട് കമ്മീഷൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. വോട്ടിന് നോട്ട് എന്ന ഗൗരവകരമായ ആരോപണത്തിനാൽ വിശദമായ അന്വേഷണം നടക്കാനാണ് സാധ്യത. നിലവിൽ പ്രദേശത്ത് പോലീസ് സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. സ്ഥാനാർത്ഥിക്ക് നേരെ കയ്യേറ്റം നടന്നോ എന്ന കാര്യത്തിൽ വ്യക്തത വരുത്താൻ കൂടുതൽ സാക്ഷികളെ ചോദ്യം ചെയ്യും. അതേസമയം വയോധികയ്ക്ക് പണം നൽകിയത് പെൻഷൻ തുകയാണെന്നോ അതോ മറ്റ് സഹായമാണെന്നോ ഉള്ള കാര്യത്തിലും BJP വിശദീകരണം നൽകിയേക്കും. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഇത്തരം ആരോപണ പ്രത്യാരോപണങ്ങൾ രാഷ്ട്രീയ രംഗത്തെ ചൂടുപിടിപ്പിക്കുകയാണ്. ശോഭാ സുരേന്ദ്രന്റെ ഭീഷണിപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നത് BJPയെ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്.